നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. 8 പേര് നോമിനേറ്റഡ് ആയി. സത്യം പറഞ്ഞാൽ 5 പൈസയുടെ വിവരമോ ബുദ്ധിയോ ഒന്നുമില്ലാത്ത, ഗെയിമിനെ കുറിച്ച് ഏതൊരു വിവരവും ഇല്ലാത്ത കുറെ എണ്ണമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നതെന്ന് എനിക്കിതിൽ പറയാൻ പറ്റത്തുള്ളൂ. സത്യം, ഇത്രയും ബുദ്ധി, ഒരു ചെറിയ ബുദ്ധി പോലും പ്രയോഗിക്കാതെ തങ്ങളുടെയൊക്കെ പേഴ്സണൽ റിവഞ്ച് വെച്ച് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്തവരാണ് A to Z പേരും. മനസ്സിലായോ? പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ഞാൻ അത് നെവിനെ പറയും. ഒരു 5 പൈസയുടെ ബുദ്ധി പോലും ഇല്ലാതെ ഇവിടെ 2 ആഴ്ച തുടർച്ചയായിട്ട് പപ്പുമോനായ നമ്മുടെ ഇവർ രക്ഷപ്പെട്ടു. ആരും രക്ഷപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഫ്രീ, ഈ ആഴ്ച നോമിനേഷൻ ഫ്രീ. ഈ പറയുന്ന 100 രക്ഷപ്പെട്ടു, നോമിനേഷൻ ഫ്രീ. ഓപ്പൺ നോമിനേഷൻ കൊടുത്തിട്ട് പോലും, നിങ്ങൾ ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു, ഓപ്പൺ നോമിനേഷൻ കൊടുത്തിട്ട് പോലും ആർക്കൊക്കെ എത്രയൊക്കെ വോട്ട് വീണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും കൂടി അറിയാത്ത കുറെ മണ്ടന്മാർ. ഏറ്റവും വലിയ മണ്ടൻ ഞാൻ പറയും നെവിനാണെന്ന് പറയും. തുടക്കം പറഞ്ഞവരെ ഞാൻ ഇതിൽ പിന്നീട് കുറ്റപ്പെടുത്തില്ല. തുടക്കം പറഞ്ഞവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അവസാനം ഒരു പകുതി കഴിഞ്ഞ് പിന്നെ വോട്ടിട്ട എല്ലാവരും, അത് ഈ പറയുന്ന നെവിനായിക്കോട്ടെ, നൂറയായിക്കോട്ടെ, അനുമോളായിക്കോട്ടെ, ഇവരെല്ലാവരും മന്ദബുദ്ധികളാണെന്ന് ഞാൻ പറയും. മനസ്സിലായോ? മന്ദബുദ്ധികളാ. വോട്ട് ചെയ്തവരെ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഇത്രയും ആഴ്ച, ഒരാഴ്ച നോമിനേഷൻ ഫ്രീ ആവുമ്പോൾ അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവരെയും ഈ പറയുന്ന നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ബുദ്ധി പ്രയോഗിക്കുക. അവിടെ നിങ്ങൾക്ക് ആർക്കും 5 പൈസയുടെ ബുദ്ധിയില്ലെന്ന് എനിക്ക് മനസ്സിലാവും. അവിടെ എനിക്ക് തോന്നുന്നു നെവിൻ അവിടെ വോട്ട് ചെയ്തപ്പോൾ അക്ബർ ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കണം. അക്ബർ അത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതാണെന്ന് എനിക്കറിയത്തില്ല. വളരെ വളരെ മ്ലേച്ഛമായ, വളരെ വളരെ പരിതാപകരമായ ഒരു വോട്ടിംഗ്, ഒരു നോമിനേഷൻ പ്രക്രിയയാണ് നടന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന നെവിൻ. കാരണം നെവിന്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം നെവിനാണ് ഏറ്റവും അവസാനം വോട്ട് ചെയ്തത്. അവിടെ അവൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അനുമോൾക്ക് വീണ്ടും വോട്ട്. എന്തിന്? അനുമോൾക്ക് ഓൾറെഡി 2 വോട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ആര്യനും നൂറയ്ക്കും ഇവർക്ക് ഒരു വോട്ട് പോലും വീണിട്ടില്ല. ആ സമയത്ത് ഇവൻ ആര്യന്റെയും നൂറയുടെയും പേര് പറഞ്ഞിരുന്നു എങ്കിൽ ഇവർ രണ്ടും കൂടി നോമിനേഷനിൽ ആയേനെ. അത് ചെയ്തില്ല, ആയേനെ ചെയ്തില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവന്മാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോ വോട്ടിങ്ങിനെയൊക്കെയാണ് ആർക്കൊക്കെ ചെയ്തെന്ന് പറയാം. അനീഷ് ആദ്യം ഷാനവാസിനെയും പിന്നെയും ചെയ്തു. ആര്യൻ അനീഷിനെയും ഷാനവാസിനെയും ചെയ്തു. അക്ബർ അനീഷിനെയും ലക്ഷ്മിയെയും ചെയ്തു. ഈ പറയുന്ന ലക്ഷ്മി ഷാനവാസിനെയും അനുമോളെയും ചെയ്തു. ഇതുണ്ട് ഇവിടെ ലക്ഷ്മി ഷാനവാസ്. 3ാമത് വന്ന ലക്ഷ്മി തൊട്ട് 3ാമത് വന്ന ഈ അനീഷ്, ആര്യൻ, അക്ബർ, ഈ 3 പേരെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 3ാമത് വന്ന ലക്ഷ്മി തൊട്ട് ആവർത്തിക്കുകയാണ്. അതായത് ഷാനവാസിന് 2 വോട്ട് കിട്ടി എന്നറിഞ്ഞുകൊണ്ട് തന്നെ തന്റെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഷാനവാസിന്റെ പേര് പറഞ്ഞു. അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അടുത്ത സാബുമോൻ വന്ന് അക്ബറിന്റെയും അനുമോളിന്റെയും പേര് പറഞ്ഞു. ഓക്കെ, നമുക്ക് സാബുമോനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? അക്ബറും അപ്പൊ അനുമോളിന് 1 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അക്ബറിന് അപ്പൊ 1 വോട്ടും വീണിട്ടില്ല. മനസ്സിലായോ? അപ്പം സാബുമോൻ പറഞ്ഞപ്പോൾ അക്ബറിന് അനുമോൾക്ക് 2 വോട്ടായി. ഓക്കെ, അവളെ നോമിനേഷൻ ആവുമെന്നവർക്ക് ഉറപ്പിക്കാം. അടുത്ത ബിന്നി വന്ന് വീണ്ടും, ബിന്നിയാണ് ഏറ്റവും മണ്ടി, വീണ്ടും വന്ന് ഷാനവാസിന്റെ പേഴ്സണൽ ക്രെഡിറ്റ് വീണ്ടും വന്ന് ഷാനവാസിന്റെ പേര് പറഞ്ഞു, സാബുമോന്റെ പേര് പറഞ്ഞു. കറക്റ്റാണ്. അതുപോലെ സാബുമോന്റെ പേര് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ബിന്നിക്ക് നമുക്ക് പോയിന്റ് കൊടുക്കാം. ഓക്കെ, ആദില വന്നു അക്ബറിന്റെയും ബിന്നിയുടെയും പേര് പറഞ്ഞു. ആദിലയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ അക്ബറിന് അതുവരെ 1 വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 2 വോട്ടാക്കി. ശരി, ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. അതുപോലെ തന്നെ ബിന്നിയുടെ പേര് അതുവരെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാം. ആദിലയുടെ വോട്ടിംഗ്. ഷാനവാസ് വീണ്ടും വന്ന് ലക്ഷ്മിയുടെയും ബിന്നിയുടെയും പേര് പറഞ്ഞു. ലക്ഷ്മിയുടെ പേരാണെങ്കിൽ ലക്ഷ്മിയുടെ പേര് ഓൾറെഡി 2 ആൾക്കാർ, അല്ല, ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഷാനവാസ് പറയുമ്പോൾ ലക്ഷ്മിയുടെ പേര് ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഷാനവാസിന്റെ കേസ് ഓക്കെ എന്ന് പറയാം. ഷാനവാസ്, ലക്ഷ്മിയും ബിന്നിയുടെ പേരും അപ്പോഴും ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഓക്കെ എന്ന് വെക്കും. അതിനുശേഷം അനുമോള് വന്ന് സാബുമാന്റെ പേര് പറഞ്ഞു. ശരി, ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കും. കാരണം സാബുമാൻ അപ്പൊ 1 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അനുമോളിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സാബുമാന്റെയും നെവിന്റെയും പേരാ പറഞ്ഞത്. അപ്പൊ നെവിന്റെ വോട്ട് അതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ നെവിന്റെ പേര് ആദ്യം എടുത്തിരുന്നത് അനുമോളാണ്. അതുപോലെ സാബുമോന് 1 വോട്ട് മാത്രമേ അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സാബുമോന്റെ പേര് പറഞ്ഞു. അതുകൊണ്ട് അനുമോളെ കുറ്റം പറയുന്നതിനകത്ത് സാധിക്കില്ല. ഓക്കെ, 2 വോട്ടായല്ലോ. ഇനി അടുത്ത നൂറ് വന്ന് എന്തിനാ അക്ബറിന്റെ പേര് പറഞ്ഞത്? അക്ബറിന് ഓൾറെഡി വോട്ടായി, 2 വോട്ടായി. അപ്പൊ നൂറയ്ക്ക് ഒരിക്കലും അക്ബറിന്റെ പേര് അവിടെ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നെവിന്റെ പേര് പറഞ്ഞു. അതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം നെവിന് ഓൾറെഡി 1 വോട്ടേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവസാനം നെവിൻ വന്ന്, ഈ നെവിനാണ് ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത്. നെവിനാണെന്ന് പറയും. ഈ നെവിൻ
നെവിൻ വന്ന് അനുമോളുടെയും അനീഷിന്, അനുമോളിന് ഓൾറെഡി 2 വോട്ടുണ്ട്, അനീഷിന് ഓൾറെഡി 2 വോട്ടുണ്ട്, എന്നിട്ട് അവര് രണ്ടുപേരും പേരെടുത്ത് പറയാൻ ഒരു 5 പൈസ. ഇന്ന് ഈ പറയുന്ന നെവിൻ വന്ന് അവസാനം വന്ന് ഈ നൂറയുടെയും നമ്മുടെ ആര്യന്റെയും പേര് പറഞ്ഞിരുന്നെങ്കിൽ അവനൊരു ഗെയിം ചേഞ്ചർ ആയനെ. അവിടെയാണ് നിങ്ങളുടെ ചെറിയ ബുദ്ധി പ്രയോഗിക്കുന്നത്. അത് ആര്യൻ അല്ല സോറി നെവിൻ അവിടെ വളരെ മോശമായിട്ട് പിന്നെന്ത് ചെയ്തു എന്നാണ് എനിക്ക് പറയുന്നത്. ഷാനവാസിന് 4 വോട്ട്, എന്തിന്റെ ആവശ്യം? ഷാനവാസിന് 4 വോട്ട്, 2 വോട്ടിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ആ കൂടി 11 വരെയുള്ളൂ. എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവരാനില്ല നോക്കൽ. ഷാനവാസിന് 4 വോട്ട്, ബിന്നിക്ക് 3, അനീഷിന് 3, അക്ബറിന് 3, അനുമോളിന് 3. ഈ 3 കിട്ടിയവർക്കെല്ലാം 2 വോട്ടായിട്ട് അവർ ചുരുക്കിയിരുന്നെങ്കിൽ, ചെറിയ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഈ 2 വോട്ട് വെച്ച് എല്ലാവരും കയറുമായിരുന്നു എന്നുള്ളതാണ്. അതല്ല, ഒരു വോട്ടാണെങ്കിൽ കൂടി ഈ പ്രാവശ്യം എന്ത് ചെയ്യുമായിരുന്നു, എടുത്ത് നോമിനേഷനിൽ ഇടുമായിരുന്നു. ഈ പറയുന്ന ആരും തുടർച്ചയായിട്ട് നിങ്ങളുടെയൊക്കെ ബുദ്ധിമോശം കാരണം തുടർച്ചയായിട്ട് അവർ നോമിനേഷൻ ഫ്രീ ആവുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആര്യൻ സത്യം പറഞ്ഞാൽ ആര്യന്റെ കൂടെ നിന്ന് കളിച്ച ഈ പറയുന്ന ജുസൈൽ പുറത്തായി. ജുസൈൽ പുറത്താകുമ്പോൾ ആര്യനും വോട്ട് കുറവാണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇവർക്ക് ഇല്ലാതായി പോയി. അപ്പൊ ആര്യനെയും കൂടി എടുത്തിട്ട് നമ്മൾ സേഫ് ആവും, കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നവർ എടുത്തിട്ട് നമ്മൾ സേഫ് ആവും എന്നൊരു ചിന്ത അവർക്ക് ഇല്ലാതായി പോയി. അനുമോൾക്ക് 3, ലക്ഷ്മിക്ക് 2, സാബുമോന് 2, നെവിന് 2. ആര്യനും ആദിലയും നൂറയും സേഫായി. ആദില എങ്ങനെ സേഫായി? ആദിലയ്ക്ക് ക്യാപ്റ്റൻസി ഫ്രീ കാർഡ് ഉള്ളത് കൊണ്ട്, ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷൻ ഫ്രീ കാർഡ് ഉണ്ട്. അങ്ങനെ ആദില സേവായി. ബാക്കി ആദില, ആര്യൻ, നൂറ ഈ 3 പേരും സേവായി. മനസ്സിലായോ? ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന ആരാണ്, നൂറ ആയിക്കോട്ടെ, ഈ പറയുന്ന നെവിൻ ആയിക്കോട്ടെ, ഒരു ചെറിയ ബുദ്ധി പ്രയോഗിച്ച് അവിടെ ആര്യനും ഈ പറഞ്ഞ നൂറയ്ക്കും ഒരു വോട്ട് കൊടുത്തിരുന്നെങ്കിൽ അവനൊരു ഗെയിം ചേഞ്ചർ ആവാമായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ്. അത് അവർക്ക് അതിൽ മൈൻഡ് പോകത്തില്ല. അവർക്ക് പേഴ്സണൽ ക്രെഡിറ്റ് തരുന്നു. ഇവിടെ അനുമോൾ അയച്ചു വന്ന് പിന്നെ ആദ്യമായിട്ട് നെവിനെ വോട്ട് ചെയ്ത ആരാണ്? അനുമോളാണ്. അപ്പം അനുമോൾക്ക് ഇട്ട് കൊടുക്കണം. അനുമോൾ ഇവിടുത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെന്ന് ആര് പറഞ്ഞു? പിന്നെ നെവിൻ പറഞ്ഞു. ഈ നെവിൻ തന്നെയാണ് അനുമോൾ അവിടെ ഇവൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അനുമോൾ എന്ന് പറഞ്ഞ ആള് തന്നെയാണ് ഇപ്പം വന്നിരുന്നത് ഏറ്റവും വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിലപാടില്ല, ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പിന്നെ സാബുമോനെ ഒരു പട്ടികളും പറയുന്നില്ല. സാബുമോനെ ആരും പറയുന്ന, സാബുമോന്റെ പേര് ആദ്യം തന്നെ എടുത്തിട്ടത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പിന്നീട് അനുമോളാണ് സാബുമോന്റെ പേര് ആദ്യം എടുത്തത്. വേറെ ആരും പറഞ്ഞില്ല. വേറെ ആരാ സാബുമോന്റെ പേര് പറഞ്ഞത്? പിന്നീട് അല്ല, ബിന്നി പറഞ്ഞു. ആദ്യം എടുത്തിട്ട് ബിന്നിയാണ്. ബിന്നിയെ എടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? അനുമോൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വീക്കായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ അറിയാം. ലക്ഷ്മി വീക്ക് എന്നറിയാം, സാബുമോൻ വീക്ക് എന്നറിയാം. എന്നിട്ടും നിങ്ങൾ പേരെടുക്കുന്നില്ല. കാരണം തുടർച്ചയായിട്ട് പലവരും നോമിനേഷൻ ഫ്രീ ആയി പോകുന്നു. ഇത്രയും മണ്ടത്തരം വേറെ ആരെങ്കിലും കാണിക്കോ? നിങ്ങളല്ലാതെ വളരെ വളരെ മണ്ടന്മാരായ കുറെ മത്സരാർത്ഥികളാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ചിലപ്പം ആ സ്ഥാനത്ത് അവസാന സ്ഥാനത്ത് ചിലപ്പോൾ അക്ബറോ മറ്റാരെങ്കിലും വന്നെങ്കിൽ ചിലപ്പോ, എനിക്കറിയത്തില്ല, ചിലപ്പോ അവരുടെ ബുദ്ധി പ്രയോഗിച്ച് ഈ പറയുന്ന ആര്യനെയും നൂറേനെയും അതിനകത്ത് കടത്തി വിടുമായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങൾ ഇനി ഈ ചങ്കിടിച്ചോണ്ടിരിക്കുന്നു, അയ്യോ ഞാൻ പോകും. മറ്റുള്ള രണ്ടുപേരും എന്ത് ചെയ്യും? വളരെ ഹാപ്പി ആയിട്ട് കിടക്കും. ഇപ്പൊ നൂറ ആദിലേക്ക് ലോട്ടറി അടിച്ചു. നൂറ ഓൾറെഡി നോമിനേഷൻ ആരും വോട്ട് ചെയ്തില്ല. അതുപോലെ ആദില എന്ത് ചെയ്തു? ആദിലേക്ക് നോമിനേഷൻ ഫ്രീ ആണ് ഈ വട്ടം ക്യാപ്റ്റൻ ആയോണ്ട്. എന്തായാലും അവരുടെ ഇന്നത്തെ നോമിനേഷൻ വളരെ വളരെ പരിതാപകരമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീട് കാണാം. ജയ് ഹിന്ദ്.